ഹായ് ഓൾ. അപ്പം നല്ലൊരു മഴക്കാലത്തുള്ളൊരു പർച്ചേസ് ഡേ കണ്ടാലോ. രാവിലെ 5 മണിക്ക് വന്ന് പുറപ്പെടണമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. പക്ഷേ പിള്ളേരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ റെഡിയായി എല്ലാം ആയി വന്നപ്പോഴേക്കും 5:45. 5 മണിയിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് 5:45 ഇറങ്ങുന്നത് തന്നെ വളരെ അത്ഭുതകരമായ കാര്യമാണ്. പ്രശാന്തയുടെ ഇവിടെ ഇല്ലായിരുന്നു, ചേട്ടൻ നാട്ടിൽ ആലപ്പുഴ പോയേക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനും പിള്ളേരും പിന്നെ എൻ്റെ അനിയനും അനിയൻ്റെ വൈഫുമായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. രാവിലെ ഭാഗ്യത്തിന് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അധികം മഴയൊന്നുമില്ലായിരുന്നു. രാത്രി നല്ല മഴയായിരുന്നു, പക്ഷേ ആ സമയത്ത് മഴയില്ലായിരുന്നു. ചേട്ടൻ ചങ്ങനാശ്ശേരിയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിലാണ് ചേട്ടൻ്റെ പെങ്ങളുടെ വീട്, അപ്പോൾ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോയി. പിള്ളേരുമായിട്ട് പോയതുകൊണ്ട് പേടിയായിരുന്നു, പക്ഷേ അവർ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും വീഡിയോസ് കാണുമ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം പറയും, ചേച്ചി എന്ത് ലക്കിയാണ്, എന്നും ഓരോരോ സ്ഥലങ്ങൾ കാണാൻ കറങ്ങാൻ പോകാം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. ഇത് ആക്ച്വലി ഞങ്ങൾ കാലിക്കറ്റ് പോയിട്ട് വന്നിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞിട്ട്, അതായത് 2 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷേ നല്ല കഷ്ടപ്പാടാണ്. ഇതിലെന്തായാലും നല്ല പാർട്സ് മാത്രമല്ലേ നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ പിന്നാമ്പുറ കാഴ്ച ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ ചാക്കൊക്കെ ചുമന്നിട്ടായിരിക്കും ഒരു ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് പോകുന്നത്. പിന്നെ ഉള്ളിലേക്കുള്ള മാർക്കറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓട്ടോ ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മളിതെല്ലാം തലയിലും ചുമന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ട അവസ്ഥയായിരിക്കും. നടു ഒടിഞ്ഞിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഇത്തവണ കാലിക്കറ്റ് പോയ യാത്ര വന്ദേ ഭാരതിലായതുകൊണ്ട് ആ യാത്രയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ലോഡെല്ലാം പിടിച്ചിട്ടുള്ള പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ചങ്ങനാശ്ശേരിയിലെ പത്മ കഫേ എന്നാണ്. അത് ചേച്ചിയൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കഴിച്ച് നല്ല നീറ്റായിരുന്നു. ഇവിടെ ഫുഡിൻ്റെ ടേസ്റ്റിനേക്കാളും എനിക്കിഷ്ടമായിരുന്നു. നല്ല നീറ്റ് ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ പോയി മക്കളെല്ലാം കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിള്ളേരെ പ്ലാൻ മാറി. ഞങ്ങളിവിടെ നിന്നോളാം, അമ്മയച്ഛനും പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ എറണാകുളത്തേക്ക് പോയി. അവിടെ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എറണാകുളം എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. പിന്നെ ബ്ലോക്ക് കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ പതുക്കെയാണ് പോയത്. ചുരുക്കി പറഞ്ഞാൽ യാത്ര നല്ല ദുസ്സഹമായിരുന്നു. കാരണം ഇവിടെ നിന്ന് ഒരു 5:45 പോയി ഞങ്ങൾ അവിടെ എറണാകുളം എത്തിയപ്പോൾ 12:30 മണിയായി. അപ്പം സെൻട്രൽ സ്ക്വയർ മോളിൽ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ ടോയ്ലറ്റുകളെല്ലാം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പർച്ചേസിങ്ങിനായിട്ട് പോയി. പർച്ചേസിംഗ് എന്ന് പറയുന്നത് നല്ല നീണ്ടൊരു പ്രൊസീജിയറാണ്. അതും നല്ല പാടുള്ള കാര്യമാണ്. ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ ഇതിനൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരുമ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം മറക്കും, വേണ്ടാത്ത കുറേ കാര്യങ്ങളും വരുമായിരുന്നു മുമ്പ്. ഇപ്പോൾ അത് കാരണം ഞാൻ കുറേ സാമ്പിളുമായിട്ടൊക്കെ പോകുന്നതുകൊണ്ട് കുറേയൊക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെയും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാസ്റ്ററൊക്കെ വിളിക്കും. ഇപ്പോൾ അവർ നാട്ടിൽ പോയേക്കുന്നതാണ്, എന്നാലും ഞാൻ അവരെ നാട്ടിൽ വിളിച്ചിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിക്കും, കാര്യങ്ങളെല്ലാം ചോദിക്കും. ആദ്യത്തെ ഒരു സെക്ഷൻ ഞാൻ സ്റ്റിച്ചിങ് ആക്സസറീസും കാര്യങ്ങളും എല്ലാം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് വർക്കിൻ്റെ സാധനങ്ങൾ. ഹാൻഡ് വർക്കിൻ്റെ എനിക്ക് എടുക്കാൻ കുറച്ചുകൂടെ പാട്. പിന്നെ എനിക്കിങ്ങനെ എല്ലാം റീഫിൽ ചെയ്ത് ഷോപ്പ് ഫുള്ളാക്കി സാധനങ്ങൾ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോന്നില്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടുന്നതിൻ്റെ പാട് ഞാൻ തുടക്കകാലത്ത് കുറേ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആറ്റിങ്ങിൽ ഇതിൻ്റെ എല്ലാം നല്ല ഷോപ്പുകളൊന്നും ഇല്ല. നമുക്ക് എല്ലാം ഒന്നും കിട്ടത്തില്ല, വെറൈറ്റി നോർമൽ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്തായാലും എല്ലാം വെറൈറ്റി വർക്കാണല്ലോ വേണ്ടത്. അപ്പോൾ അതിനുള്ള ആക്സസറീസ് കിട്ടാതെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നിന്ന് പിന്നെ ഞാൻ എറണാകുളത്ത് പോകേണ്ട അവസ്ഥ ഒത്തിരി വന്നിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ ഞാൻ മാക്സിമം സാധനങ്ങളെല്ലാം സേവ് ചെയ്തിട്ട് കൂട്ടി വയ്ക്കും. ഇവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒട്ടുമിക്ക സാധനങ്ങളും എല്ലാം കിട്ടും. ബാക്കി കിട്ടാത്തതെല്ലാം ഞാൻ നോർത്തിൽ നിന്ന് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ വർക്കേഴ്സ് നോർത്തിൽ നിന്ന് വരുമ്പോൾ അവരടുത്താണെങ്കിലും ലിസ്റ്റ് കൊടുത്തേക്കും, അപ്പോൾ അവർ കൊണ്ടുവരും. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് എല്ലാം മാക്സിമം ഞാൻ എടുത്ത് വയ്ക്കും. കാരണം ഇവിടെ എന്തായാലും നമുക്കിവിടെ കിട്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ സീസൺ തുടങ്ങി കഴിയുമ്പോൾ ഒരാളുടെ വീടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി നമുക്ക് പർച്ചേസിങ്ങിന് പോകാനും പറ്റത്തില്ല. ഇതിപ്പോൾ ആക്ച്വലി ഞാൻ 3 ട്രോളി നിറച്ചിട്ടുള്ള ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. ഓണം വരെ എന്ന് കരുതിയാണ് എടുത്തത്. പക്ഷേ എനിക്ക് എന്തായാലും അറിയാം ഇതൊരു മാസത്തേക്ക് പോലും ആവത്തില്ല. ഈ കാണുന്നത് ഒരു ട്രോളി സാധനമാണ്. അതിൻ്റെ ഇടയിൽ വിശന്നപ്പോൾ തലവേദന വരാതിരിക്കാൻ മൈഗ്രെയിൻ്റെ ഒരു അസുഖം എനിക്കിപ്പോൾ ഉണ്ട്. അത് കാരണം ഞാൻ ജസ്റ്റ് പോയി ഒന്ന് ചായ കുടിച്ച് ഒരു വാഴയ്ക്കപ്പവും കഴിച്ചു. അപ്പോഴേക്ക് ഷോപ്പിൽ നിന്ന് വീഡിയോ കോൾ വരുന്നുണ്ടായിരുന്നു, കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ട്. ഇതാണ് കാണുന്ന നീണ്ട ഒരു ബില്ലിംഗ് പ്രൊസീജിയർ. കാണുമ്പോൾ ഒന്നുമില്ല, ബീഡ്സും കാര്യങ്ങളും തുച്ഛമായ പൈസയാണെന്ന് വിചാരിക്കും. പറഞ്ഞു വന്നത് കാണുമ്പോൾ വിചാരിക്കും തുച്ഛമായ പൈസയല്ലേ, ബീഡ്സും കാര്യങ്ങളൊക്കെ അല്ലേ, ഇതിനെന്താ എത്ര പൈസ ആണെന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ടോട്ടൽ എമൗണ്ട് വന്നത് 13,000 സംതിങ് രൂപയാണ് ഈ ബീഡ്സും സീക്വൻസും. അതൊരു 5-6 മാസം നിൽക്കുന്ന ഐറ്റംസ് ഒന്നുമല്ല. എനിക്ക് കൂടിപ്പോയാൽ ഒരു 1.5 മാസം അല്ലെങ്കിൽ പൊട്ടി 2 മാസം, അതിൻ്റെ അപ്പുറം എന്തായാലും നിൽക്കാൻ പോകുന്നില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എറണാകുളത്ത് മഴ തന്നെയായിരുന്നു. മാർക്കറ്റിൽ വിളിച്ചാൽ ഓരോ ഓട്ടോയും വരത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് നടന്ന് തന്നെ പോകണം. ഭാഗ്യത്തിന് ഞാനൊരു സാധാരണ കുട ക്യാരി ചെയ്യുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഇന്നലെ എന്തുകൊണ്ടോ ഞാൻ വെച്ചിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അങ്ങനെ ഫാബ്രിക് ഷോപ്പിൽ പോയപ്പോൾ അവിടെ എല്ലാം ഓണത്തിൻ്റെ ഫാബ്രിക്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോഴാണ് കുറേ തോട്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു, ഓണത്തിൻ്റെ കുറേ ഐഡിയാസ്. അത് ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴേ കുറേ പേര് ചേച്ചി എനിക്കും വേണം എന്നെ മറക്കല്ലേ എന്ന് പറഞ്ഞ് കുറേ എൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സ് എല്ലാം കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സമയം ഒരു 3:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എറണാകുളത്ത് പോയ എൻ്റെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് പൈദോശ. അവിടെയുള്ള എല്ലാവർക്കും എന്നെ അറിയാം, കാരണം വർഷങ്ങളായിട്ട് ഇതെല്ലാം കമ്പൽസറി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ഞാനാണെങ്കിൽ 3 നേരവും പൈദോശയിൽ നിന്ന് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ ട്രൈ ചെയ്യും. അപ്പോൾ ചേട്ടൻ ചോദിക്കുകയും ചെയ്യുന്നത് എനിക്ക് മടുക്കത്തില്ലേന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണ പക്ഷേ വയറെല്ലാം ഗ്യാസ് കയറിയിരുന്ന ഒരു പരുവായതുകൊണ്ട് എനിക്ക് ഗ്യാസ് വെച്ച് കഴിക്കാൻ പറ്റില്ല. ആ സമയത്താണ് എനിക്കവിടെ ഒരു കൊറിയർ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓർഗൻസ സാരിയാണ്, ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ളൊരു ഓർഗൻസ സാരിയിൽ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ട്. പേജിൻ്റെ പേര് മാൻസി ആർട്ടിസ്ട്രി എന്നാണ്. അപ്പോൾ ഞാനത് പേജിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചൊരു അത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ട്, ഒരു ഷൂട്ട് ഉള്ളതുകൊണ്ട് ഫാസ്റ്റ് ഡെലിവറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി ഓക്കെയും പറഞ്ഞു.
അന്ന് ഞാൻ എറണാകുളത്തുള്ളപ്പോൾ ജസ്റ്റ് എന്തോ കാര്യത്തിന് മെസ്സേജ് ഇട്ടപ്പോഴാണ് സംഭവം റെഡിയാണെന്ന് അറിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ആ മഴയത്തും പാവം കൊണ്ടുവന്ന് എനിക്ക് ഡയറക്റ്റ് ഡെലിവറി തന്നിട്ടുണ്ടായിരുന്നു. ഐറ്റം എന്തായാലും ഭയങ്കര സൂപ്പറാണ്. കമ്മിങ് വീഡിയോസിൽ ഞാൻ എന്തായാലും കാണിക്കാം. ഒരു ഷൂട്ടും ചെയ്തിട്ട് വീഡിയോസും ഫോട്ടോസും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് എറണാകുളത്ത് തന്നെ മസ്റ്റ് വിസിറ്റ് സ്പോട്ടായിട്ടുള്ള രണ്ടാമത്തെ കാര്യമാണ് ഉർവശി. അതിന് എത്ര തിരക്കാണ്, ജസ്റ്റ് ഒരു അരമണിക്കൂറത്തെ കാര്യത്തിന് ഞാൻ കൊച്ചിയിൽ പോയിട്ടുള്ളതാണെങ്കിലും ഉർവശി എന്തായാലും ഒന്ന് അറ്റൻഡൻസ് കൊടുക്കാൻ ഞാൻ ഇറങ്ങത്തില്ല. അതും ഈ പറഞ്ഞ കണക്ക് 4-5 വർഷമായിട്ടുള്ളൊരു ചടങ്ങാണ്. ഞാൻ എന്തായാലും പോകാതെ ഒരു കുഞ്ഞു ഷോപ്പായിരുന്നപ്പോഴേ ഉള്ള എൻ്റെ ഒരു റൂട്ടീനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഉർവശി ഒന്ന് അറ്റൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ മനസ്സിന് എന്തോ ഒരു വിഷമമുണ്ട്. ചെറിയൊരു കമ്മൽ മേടിച്ചാലും മതി, മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ ഇത്രയും വെറൈറ്റീസ് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഈ പറഞ്ഞ നോർത്തിലൊക്കെ പോയാലും എപ്പോഴും ഇപ്പം ഞാൻ പോയി ഒരു 6 മാസം കഴിഞ്ഞ് പോയാലും അവിടെ ഒരേ ടൈപ്പായിരിക്കും കാണുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പോയി അടുത്ത ആഴ്ച വന്നാലും വെറൈറ്റി ഐറ്റംസ് എപ്പോഴും കാണാൻ പറ്റും. പിന്നെ പല റേഞ്ചിലതും ഉണ്ട്. എല്ലാവർക്കും പറ്റിയ ഐറ്റംസ് ഉണ്ട്. അഫോർഡബിളും ഉണ്ട്, പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ എല്ലാ റേഞ്ചിലും പറ്റും. അതുപോലെ തന്നെ ബ്രൈഡ്സിന് പറ്റിയും എല്ലാ സംഭവങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. ഓൺലൈൻ ഫെസിലിറ്റി ആണെങ്കിലും അവിടെ അവൈലബിൾ ആണ്. ഞാൻ നോർമലി ഉർവശിയിൽ ചെല്ലുമ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു കസ്റ്റമർ, ഓൺലൈൻ കസ്റ്റമർ അവിടെ വെച്ച് കാണും, ഓരോന്ന് ചോദിക്കുകയും ചെയ്യും. പ്രദ്ദുനല്ല ചേച്ചി അല്ലെങ്കിൽ സാധനം ചോദിക്കും. ഇത്തവണ ആരെയും ഞാൻ കണ്ടില്ല, മഴ ആയതുകൊണ്ടായിരിക്കും. കസ്റ്റമേഴ്സ് നിറച്ചുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കസ്റ്റമർ ആരെയും ഞാൻ അവിടെ വെച്ച് കണ്ടില്ല. പിന്നെ അത് ഈ കണ്ടതായിരുന്നു അവിടെ നിന്ന് മേടിച്ച കുറേ സാധനങ്ങൾ, കുറേ ഐറ്റംസ് ഞങ്ങൾ പാഴ്സലും ചെയ്തായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു 4:30-5:30 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്നെ കാണുന്നത് ഞാനൊരു ടീഷർട്ട് ഇട്ടേക്കുന്നത് എനിക്ക് തണുത്ത് വിറച്ചിട്ട് വയ്യായിരുന്നു. അങ്ങനെ എൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ ഞാൻ ഫുൾ സ്ലീവ് ടീഷർട്ട് ഇട്ട് ചേർത്തിലെത്തിയിട്ടാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. അൽഫാമായിരുന്നു. അത് ഗ്രിൽ ആൻഡ് ചിൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടിട്ടാണ് കയറിയത്. ആദ്യം വേറെ ഞങ്ങൾ റിവ്യൂ ഒന്ന് നോക്കി കയറിയത്, അല്ലാതെ ഒരു ടെൻഷനായിരുന്നു. പക്ഷേ അവിടെയും ഫുഡ് അടിപൊളിയായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് വന്നത്, നല്ല ഫുഡാ ചേട്ടാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ ചങ്ങനാശ്ശേരി പോയി മക്കളെ പിക്ക് ചെയ്ത് നേരെ ഇങ്ങെത്തി. എന്തായാലും വീടെത്തി പറ്റിയപ്പോൾ ഒരു ഏകദേശം 12:45-1 മണിയായി. പിന്നെ എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള പരിവായിരുന്നു.